അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു 2 പേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. പ്രേമസ്വരൂപരായ എല്ലാവിധ ദേവി ഭക്തരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലളിത സഹസ്രനാമ യജ്ഞം വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ നമുക്ക് ഈ ആശയങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ സാധിക്കണം. അപ്പൊ ഇത് നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതനുസരിച്ചിട്ട് ആണ് ഇതിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് പൂർണ്ണമായി എത്തുന്നത്. പുതിയ പുതിയ ആളുകളെ നിങ്ങളുടെ പരിചയത്തിലുള്ള ഒരു കോണ്ടാക്ട് ലിസ്റ്റിൽ നിങ്ങളുടെ ഒരു മൊബൈൽ എടുത്താൽ അതിൽ ഒരു 500 1000 കോണ്ടാക്ട് അതിലുണ്ട്. അതിൽ എത്ര ആളുകളെ നമ്മൾ ഇതിലേക്ക് പങ്കെടുപ്പിക്കുന്നു, അത്രയും ആളുകളിൽ നിന്ന് നിങ്ങളൊരു 500 പേരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 100 പേര് ഇതിൽ പങ്കെടുക്കുകയും അതിൽ നിന്നൊരു 10 പേര് ലളിതാ സഹസ്രനാമം ജപിക്കാനായിട്ട് തയ്യാറാകുകയും ചെയ്താൽ അവരുടെ ലൈഫിൽ മാറ്റം ഉണ്ടാകുമ്പോൾ എന്നും അവരറിയാതെ ഉപബോധ മനസ്സിൽ നിങ്ങൾ ഓരോരുത്തരെയും അവരുടെ മനസ്സിൽ ഗുരുപരമ്പരയുടെ സ്ഥാനത്ത് അറിയാതെ അവരുടെ മനസ്സിൽ വന്നു പോകും. കാരണം ദേവി ഒഴുകുന്നത് ഈ ഗുരുപരമ്പരയിലൂടെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ പുണ്യം തീർച്ചയായിട്ടും അവർ ജപിക്കുന്നതിൻ്റെ ഒരു പുണ്യം നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് ഇതൊരു നഷ്ടക്കച്ചവടമായി ആരും വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാനിത് ഫ്രീ ആയിട്ട് ഈ നോളജ് എല്ലാവർക്കും കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇയാളൊരു വലിയ ഉദാരമതിയാണല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നതൊക്കെ തെറ്റിപ്പോയി. ഞാൻ ഭയങ്കര സ്വാർത്ഥനാണ്. കാരണം ദേവി എന്നിലൂടെ അത്രയും കൂടുതൽ മറ്റുള്ളവരിലേക്ക് ഒഴുകുമല്ലോ. അപ്പൊ മറ്റുള്ളവരിലേക്ക് മാക്സിമം എത്തുന്നതനുസരിച്ചിട്ട് ദേവി എന്നിലൂടെ പമ്പ് ചെയ്യുന്ന ഫോഴ്സ് കൂടും. ഇതാർക്കാ ഗുണം? എനിക്കാണ് ഗുണം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അതാണ് പ്രൈസ് ദ ലോർഡ്, പുരപ്പുറത്ത് കയറി ഉറക്കെ വിളിച്ചു പറയാ എന്ന് ക്രിസ്ത്യാനികൾ പാസ്റ്റർമാരൊക്കെ പറയും അല്ലേ. നിങ്ങൾ ഈശ്വരനെ കുറിച്ച് ഉറക്കെ വിളിച്ചു പറയാൻ പറയുന്നതിന്റെ സംഭവം ഇതാണ് അതിനകത്തെ ഗുട്ടൻസ്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മളിലൂടെ കൂടുതൽ ഒഴുകാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരിലോട് പറയാൻ പറയുന്നത്. ഇത് നേരെ തിരിച്ചാണ്. ആളുകളുടെ ബിസിനസ് ആറ്റിറ്റ്യൂഡ് ഇവിടെയും വ്യക്തമാണ്. എനിക്കിത് കൊള്ളാമെന്ന് മനസ്സിലായി. ഞാനിത് വേറെ ആളുകളൊക്കെ പറഞ്ഞു അങ്ങനെ അവനിപ്പോ രക്ഷപ്പെടണ്ട. എന്നോട് ഒരാൾ പറഞ്ഞ സാറ് സംഭവം കൊള്ളാന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാത്തത്. തുറന്ന് തോന്നരുത്, തുറന്ന് പറയാം. ഞാൻ ഷെയർ ചെയ്തിട്ട് അങ്ങനെ ഒരുത്തരും ഇപ്പൊ അങ്ങ് രക്ഷപ്പെട്ട ഇത് എനിക്ക് കിട്ടി. ഇങ്ങനെയുള്ള ഒരു മൈൻഡുള്ള ആളുകളും അപൂർവമായി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യത്തില്ല, നമുക്ക് ശരിക്കും ഗുണം കിട്ടത്തില്ല. വിദ്യ കൊടുക്കും തോറും നേരിടും എന്നല്ലേ പറയാ. ശ്രീവിദ്യ തന്നെയാണ് മറ്റുള്ള മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആളുകളും അതിലൊരു 10 പേരെ കുറിച്ച് പങ്കെടുപ്പിച്ച എത്ര പേര് ഇവിടെ ഉണ്ടാവും അല്ലേ? അപ്പം എന്തുകൊണ്ടോ അത് പ്രാക്ടിക്കലി നടക്കുന്നില്ല. ഞാൻ തമാശയായിട്ട് പറഞ്ഞെങ്കിലും അങ്ങനെയുള്ള ഉദ്ദേശത്തിലൊന്നും അല്ല. എന്തുകൊണ്ടോ ഇത് നമുക്ക് ആൾക്കാരുടെയൊക്കെ പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് അവരെന്തെങ്കിലും തെറ്റായി വിചാരിക്കുമോ എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കും പലരും പറയാത്തത്. അപ്പം പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെയുള്ള വേറൊരു ഉദ്ദേശങ്ങളും മിസ്യൂസിങ്ങോ ഒന്നും ഉദ്ദേശമില്ല. നമുക്ക് ഇത് മാക്സിമം സനാതനധർമ്മിയായ ഓരോരുത്തരുടെയും കടമയാണ് ഇത് മറ്റുള്ളവരിൽ എത്തിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഓരോരുത്തരും. കാരണം ഈ നാമജപങ്ങളൊന്ന് അപ്രത്യക്ഷമായതോടുകൂടിയാണ് ഹിന്ദു നശിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ സാമ്പത്തിക ദാരിദ്ര്യവും ഡൈവോഴ്സ്, അസുഖങ്ങൾ, ഇതെല്ലാം ഹിന്ദുക്കൾക്കാണ്. ഇന്ന് ഹിന്ദുക്കൾ മറ്റുള്ള ആളുകളുടെ മതക്കാരുടെ സ്ഥാപനങ്ങളിലെ ജോലിക്കാരായിട്ട് ചുരുങ്ങി. പണ്ട് ഇവിടെ ആക്രി വെറുക്കാൻ വന്നുകൊണ്ടിരുന്നവരൊക്കെ ഇന്ന് വലിയ മുതലാളിമാരും ഒക്കെ ആയി. അവരുടെ അടുത്ത തലമുറ അവരുടെ മക്കളുടെ സ്ഥാപനങ്ങളിൽ ജോലിക്കാരായിട്ട് നമ്മൾ മാറുന്നു. ഞാൻ വേറെ മതവും ജാതിയും പറയല്ല. നമ്മൾ ഈ സനാതനധർമ്മത്തില് നമ്മൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് പിന്നില് ഈ പറയുന്ന
ഒരു ഉപാസനാപരമായി ബലമില്ലാതെ പല പല ദേവതകളെ പല രീതിയിൽ ആചരിച്ച് വഴിതെറ്റി നഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ്. അപ്പം ഈ ലളിതാസഹസ്രനാമം ജപിച്ചിട്ട് മാത്രം കുട്ടികളുണ്ടായ ആളുകൾ, PCOD മാറിയ കുട്ടികൾ, പെൺകുട്ടികൾ, മെൻസ്ട്രൽ സൈക്കിൾ റെഗുലർ അല്ലാതിരുന്ന ആളുകൾ, ഇവൻ എൻ്റെ മോളുടെ പോലും മെൻസ്ട്രൽ സൈക്കിളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് ലളിതാസഹസ്രനാമം ജപിച്ചപ്പോൾ മാറി. ആദ്യം പറഞ്ഞാൽ കേൾക്കുന്നില്ല, നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മളെ വിലയും. പക്ഷെ നമ്മൾ നിർബന്ധമായിട്ട് പറഞ്ഞൊന്ന് ജപിച്ച് നോക്കാൻ പറഞ്ഞപ്പോൾ അവള് എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണ്. ആദ്യം തുടങ്ങുന്ന സമയത്ത്, സ്റ്റാർട്ടിങ് സമയം എഞ്ചിനീയറിംഗ്, ഇപ്പോൾ 4-ാം വർഷമായി. ആദ്യ സമയത്ത് ചെറിയ റെഗുലറായിട്ട് വന്നുകൊണ്ടിരുന്ന ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നത് ലളിതാസഹസ്രനാമം ജപിച്ചപ്പോൾ അത്ഭുതകരമായിട്ട് ജപിച്ച് 2ാമത്തെ വീക്കിൽ തന്നെ സംഭവം റെഡിയായി. 3-ാമതായപ്പോൾ പക്കയായി. അപ്പം അത്ഭുതകരമായ റിസൾട്ട് ഉള്ള ഈ പദ്ധതി ഇതൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് പോലും ഉപയോഗിക്കാം. എന്തുകൊണ്ട് നമ്മൾ ഇത് ആളുകളിലേക്ക് കൊടുക്കുന്നില്ല? അല്ലേ? നമ്മൾ ഇത് കൊടുക്കണം. മാക്സിമം ആളുകൾക്ക് ഇത് കൊടുത്ത് അവരും രക്ഷപ്പെടുമ്പോഴാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് ഇത് പ്രധാനമായിട്ട് ഏറ്റെടുക്കണം എന്നാണ് പറയാനുള്ളത്. ഈ അവസരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് വിനിയോഗിച്ചാൽ നമ്മളിലൂടെ ദേവി കൂടുതലായിട്ട് ഒഴുകും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പൊ അടുത്ത പ്രാവശ്യം കൂടുതൽ ആളുകളെ നമുക്കിവിടെ കൊണ്ടുവരാം. ശരിയല്ലേ? തയ്യാറാണോ എല്ലാവരും? മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ച് അവരെന്ത് വിചാരിക്കുന്നുള്ള അവരുടെ കാര്യം. നമ്മളെ കുറിച്ച് നമ്മളങ്ങോട്ട് പറയും, അല്ലേ? അവർക്ക് ഇതിന്റെ പ്രയോജനം കിട്ടിക്കഴിയുമ്പോൾ അവർ നമ്മളെ നന്ദിയോടെ ഓർക്കും. ആദ്യം ചിലപ്പം ഇതായിട്ട് പറഞ്ഞവർ, അല്ലേ? അപ്പൊ എല്ലാവരും അതിന് റെഡിയാണോ? നമുക്കിത് വിജയിപ്പിക്കണ്ടേ? അതോ നിർത്തണം ഇടയ്ക്ക് വെച്ച്? വിജയിപ്പിക്കണ്ടേ? വേണം വേണം വേണം. അപ്പൊ നമുക്കിത് എല്ലാവരിലും എത്തിക്കുമോ? നിങ്ങളുടെ മൊബൈലിലെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 1000 പേരുണ്ടാവും. ശരിയല്ലേ? അപ്പൊ 1000 പേര്, ഇപ്പൊ ഇവിടെ നമുക്കൊരു 100 പേരുണ്ടെങ്കിൽ എത്ര പേരായി? പക്ഷെ ഇവിടെ അതൊന്നും കാണുന്നില്ല. നമ്മൾ വരണു, നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, നമ്മൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, പോകുന്നു. വേറെ ആർക്കും ഒരു പ്രയോജനമില്ല. അങ്ങനെ ആയാൽ മതിയോ? അല്ലേ? എല്ലാവരിലേക്ക് എത്തിക്കണം. ഓക്കെ, ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നാമം മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക എന്നുള്ള നാമമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. മുഖചന്ദ്ര കളങ്കാഭ, മുഖമാകുന്ന ദേവിയുടെ മുഖം ചന്ദ്രനോട് ഒമിച്ചിരിക്കുന്നു. മുഖചന്ദ്ര കളങ്കാഭ. കളങ്കം എന്ന് പറഞ്ഞാൽ പൊട്ട്, തിലകം എന്നൊരർത്ഥം ഉണ്ട്. കളങ്കം എന്ന് നമ്മൾ പറയുന്ന അർത്ഥവുമുണ്ട്. മുഖചന്ദ്ര കളങ്കാഭ. ചന്ദ്രന്റെ നടുക്ക് ഒരു രൂപം എല്ലാവരും കാണാറുണ്ട്. അതിനെ കവികൾ മാനെന്നും മാന്റെ രൂപമാണെന്നും അതെല്ലാം മുയലാണെന്നും ഒക്കെ പറയാറുണ്ട്. അങ്ങനെ കവിതകളൊക്കെ എഴുതാറുണ്ട്. ഇത് ചന്ദ്രന്റെ മുഖത്തെ മുഖത്തിന് ഒരു ഭംഗി കൂട്ടുന്നതാണ് ശരിക്കും ഈ കളങ്കം. അതൊരു പൊട്ടുപോലെ കാണപ്പെടുന്നു. അപ്പൊ മുഖചന്ദ്ര കളങ്കാഭ, ദേവിയുടെ നെറ്റിയിലെ പൊട്ടിനെയാണ് ഇവിടെ പറയുന്നത്. മൃഗനാഭി വിശേഷക. മൃഗനാഭി എന്ന് പറഞ്ഞാൽ കസ്തൂരി എന്നാണ്. കസ്തൂരി ഏറ്റവും വിശേഷപ്പെട്ട സുഗന്ധമുള്ള മനോഹരമായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പൊ അങ്ങനെയുള്ള കസ്തൂരി കൊണ്ടുള്ള പൊട്ട് എന്ന് ഇതിനെയൊക്കെ നമ്മൾ അന്നമയത്തിലോ മനോമയത്തിലോ ഒക്കെ നമുക്ക് അങ്ങനെ പറയാം. പ്രാണമയത്തിൽ ഇതിന് കുറച്ചുകൂടി ഡെപ്തിലുള്ള അർത്ഥതലങ്ങളാണ് ഉള്ളത്. പഞ്ചകോശങ്ങളെ കുറിച്ച് ആദ്യമേ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എപ്പോഴും അത് വർണ്ണിക്കുന്നില്ല. അന്നമയം, മനോമയം, പ്രാണമയം, വിജ്ഞാനമയം, ആനന്ദമയം തുടങ്ങിയ 5 ശരീരങ്ങൾ നമുക്കുണ്ടെന്നും ഇത് പഞ്ചകോശ ശുദ്ധി കുണ്ടലിനി വ്യാഖ്യാനമാണെന്നും പറഞ്ഞു. അപ്പം അന്നമയ കോശവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു വന്നത്, ഈ പൊട്ട് കസ്തൂരി. അപ്പൊ മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷം. മുഖചന്ദ്രൻ എന്ന് പറയുമ്പോൾ മുഖമാകുന്ന ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അർദ്ധചന്ദ്രനാണോ പൂർണ്ണചന്ദ്രനാണോ? ഏതിനെയായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്? പൂർണ്ണചന്ദ്രൻ. പൂർണ്ണചന്ദ്രൻ. അപ്പൊ ആദ്യം പറഞ്ഞത്, ഇതിന് തൊട്ട് മുമ്പത്തെ നാമത്തിൽ പറഞ്ഞത് എങ്ങനത്തെ ചന്ദ്രനെ ആയിരുന്നു? അഷ്ടമി ചന്ദ്ര വിഭ്രാജ. അർത്ഥചന്ദ്രൻ. നെറ്റിത്തടം അല്ലെ? അർത്ഥചന്ദ്രനാണ്. ഇത് പൂർണ്ണചന്ദ്രനായി. അത് ത്വരിത വരെ ആയെങ്കിൽ ഇവിടെ തിഥിനിത്യാ ദേവതകളിൽ ഇവിടെ മഹാത്രിപുര സുന്ദരിയായി. അല്ലെ? 16ാമത്തെ കല ഏതാ?
മഹാത്രിപുര സുന്ദരി അല്ലേ? തിരുനിത്യ ദേവതകളെ കുറിച്ചൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ശ്വാസഗതിയെ കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ 16ാമത്തെ കല പൂർണ്ണമായ മഹാത്രിപുര സുന്ദരിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക, അതിലെ ബിന്ദു പൊട്ട്, ആ മഹാത്രിപുര സുന്ദരി. ആ പൊട്ട് എന്ന് പറയുമ്പോ അത് സൗന്ദര്യത്തെ സൂചിപ്പിക്കുന്നു അല്ലെ? സൗന്ദര്യം കൂടാനാണ് നമ്മൾ പൊട്ട് തൊടുന്നത്. പൊട്ട് തൊടാത്ത ഒരു മുഖവും ഒരു പൊട്ട് തൊട്ട മുഖങ്ങൾ കാണുമ്പോൾ കുറച്ചുകൂടി സൗന്ദര്യമുള്ളതായിട്ട് പൊട്ട് തൊട്ട മുഖം നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ അത് എന്തിനാണ്? അട്രാക്ഷന് വേണ്ടിയിട്ടുള്ള, ലോകത്തെ വശീകരിക്കാനും ഒക്കെ ഈ സൗന്ദര്യത്തിന് സാധിക്കും, ദേവിയുടെ ചൈതന്യത്തിന് സാധിക്കും. അപ്പോ മാത്രമല്ല, രുദ്രഗ്രന്ഥി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദനേ, ആജ്ഞാചക്രത്തിലെ രുദ്രഗ്രന്ഥി ഭേദിക്കുകയും സമാധിയിലേക്ക് പോകാനും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞാ അല്ലെ? മൊബൈൽ മൈക്ക് ചെറുതായിട്ട് നോട്ട് ചെയ്യണേ. നിങ്ങൾ സംസാരിക്കുന്നില്ലേ, ഇതിനകത്ത് ഡിസ്റ്റർബൻസ് വരും. അപ്പൊ ഈ കസ്തൂരി, മൃഗനാഭി എന്ന് പറയുന്ന കസ്തൂരി എന്താണ് ഇവിടെ വ്യംഗ്യമായിരിക്കുന്നത്? കസ്തൂരിമാൻ കസ്തൂരി അന്വേഷിച്ച് നടക്കുന്നു എന്നൊരു സങ്കല്പമുണ്ട്. ഈ ഭയങ്കരമായ മണം വരുന്നത് എവിടെ നിന്നാണെന്ന് അറിയില്ല. അതിന്റെ നാഭിയിൽ നിന്നാണ് ഇവർ വരുന്നത്. ഗ്രന്ഥി പുറപ്പെടുവിപ്പിക്കുന്ന ഈ ഒരു ലിക്വിഡാണ്, ഒരു സ്രവമാണ് കസ്തൂരി. ലിക്വിഡ് ഫോമില് പേസ്റ്റ് പോലെ വരുന്നത് മാനിനെ കൊന്നെടുക്കാറുണ്ട്. ഇപ്പോൾ അത് നിരോധിച്ചിട്ടുണ്ട്. നേരത്തെ സുലഭമായി കിട്ടും. ഈ മാനിനെ കൊന്നിട്ട് ഈ കസ്തൂരി എടുത്തിട്ട് അത് ഉണക്കി പൊടിച്ച് ഒക്കെ കൊടുക്കാറുണ്ട്. ഭയങ്കര വിലയാണ്. അപ്പൊ അത് ഭയങ്കര മണമാണ് കസ്തൂരി. അപ്പൊ ഈ കസ്തൂരി വരുന്നത് ഈ മാനിന്റെ ഉള്ളിൽ നിന്നാണെന്ന് അറിയാതെ മാൻ ഇതിങ്ങനെ അന്വേഷിച്ച്, ഇത്രയും വലിയ സുഗന്ധം എവിടുന്ന് വരുന്നു എന്ന് അന്വേഷിച്ച് നടക്കുമെന്നൊരു മിത്തുണ്ട്. അതുപോലെ പരമാത്മാവായ ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടും ഉള്ളിൽ നിന്നാണ് വരുന്നത്, പക്ഷെ തിരിച്ചറിയുന്നില്ല. അറിയാതെ നമ്മൾ ഈശ്വരനെ അന്വേഷിച്ച് സകല അമ്പലങ്ങളിലും ഒരുപാട് ഫ്രോഡായ ഗുരുക്കന്മാരുടെ കയ്യിൽ പോയി പെട്ടിട്ടും, ഒരുപാട് സന്യാസിമാരുടെ വേഷം കെട്ടിയ ആൾക്കാരുടെ പറ്റിക്കപ്പെട്ടും, ഒരുപാട് ഗ്രന്ഥങ്ങൾ വഴിതെറ്റിക്കപ്പെട്ടും, ഒരുപാട് ഉപാസനകളാൽ വഴിതെറ്റിക്കപ്പെട്ടും, ആധുനിക കാലത്ത് ഒരുപാട് യൂട്യൂബിലൊക്കെ കൂടെ തെറ്റായ സാധനങ്ങൾ ചെയ്ത് കുണ്ടലി സിൻഡ്രോം അടിച്ച് പ്രാണ കയറി നശിച്ചു പോകുന്ന അവസ്ഥയിലും ഒക്കെ ആയി പോകുന്നു. സത്യത്തിലെ ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണെന്നറിയാതെ ഇത് പുറത്ത് അന്വേഷിക്കും. അപ്പൊ ആ പുറത്ത് അമ്പലങ്ങളിലും ഒക്കെ അന്വേഷിച്ച്, അമ്പലത്തിൽ പോകണ്ടെന്നല്ല ഈ പറയുന്നത്, പക്ഷെ നമ്മൾ പുറത്താണ് ഈശ്വരൻ എന്ന് വിചാരിക്കുന്നത്. അകവും പുറവും ഏതാണെന്ന് ശരിയായി അറിയില്ല. അകത്തേക്ക് നോക്കാൻ പറയുമ്പോൾ നമ്മൾ എളുപ്പം കണ്ണടച്ചിട്ട് അകത്തോട്ട് നോക്കണം, എവിടെ എന്ന് ചിന്തിക്കും. അപ്പൊ അവനവന്റെ ബോധതലത്തിലേക്ക് നോക്കാനാണ് ഈ ഉള്ളിൽ എന്നൊക്കെ പറയുന്നത്. പക്ഷെ മനസ്സിലൂടെയാണ് ഈശ്വരനെ നമ്മൾ അന്വേഷിക്കുന്നത്. ദേവി എന്ന് പറയുമ്പോൾ ഒരു രൂപം, ദേവിയുടെ ഒരു സ്ത്രീയുടെ രൂപം വരുന്നു, അതാണോ ദേവി? ഈ മനസ്സിലേക്ക് നോക്കുമ്പോൾ ഈ രൂപങ്ങളാണ് വരുന്നത്. ഈ രൂപങ്ങളൊക്കെ ബാഹ്യലോകത്തേതാണ്. നമ്മൾ അകത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഈ മൈൻഡ് വരുമ്പോൾ അതിനകത്ത് ഈ ബാഹ്യലോകത്തുള്ള നാമരൂപങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അതിലൂടെ ഈശ്വരനെ അന്വേഷിച്ചാൽ പുറത്തേക്കല്ലേ പോവുള്ളൂ. ശരിയല്ലേ? നമ്മൾ ദേവിയുടെ ധ്യാനം ചെയ്യാന്ന് പറയുന്നു. ഓക്കെ, എല്ലാവരും കണ്ണടയ്ക്കാൻ പറഞ്ഞു, കണ്ണടച്ചു. അപ്പൊ പറഞ്ഞു ദേവി ഭയങ്കര സുന്ദരിയാണ്, ലളിതാ ത്രിപുര സുന്ദരി. 3 ലോകത്തിലും സൗന്ദര്യമുള്ള, ജാഗ്രത സ്വപ്ന സുഷുപ്തി സൗന്ദര്യമുള്ളതെല്ലാം ദേവിയാണ്. ആദിപരാശക്തി മഹാത്രിപുര സുന്ദരി മഹാസുന്ദരിയാണ്, ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവളാണെന്ന് പറയുമ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആളിങ്ങനെ ആലോചിച്ചിട്ട്, ആണോ? അപ്പൊ പിന്നെ എന്റെ കാമുകിയുടെ അത്രയും സൗന്ദര്യം ഉണ്ടോ ദേവിക്ക്? പറഞ്ഞോളൂ, അവളെ വിളിച്ചിട്ട് കുറെ നാളായല്ല, ഫോണിൽ നിർത്തി പുറത്തേക്ക് വന്നു അല്ലേ? നമ്മളകത്ത് ബോധ കേന്ദ്രത്തിലേക്ക് പോവണ്ട. ബോധം, ബാഹ്യബോധം ഉള്ളിലേക്ക് വന്ന്, ഇന്ദ്രിയങ്ങളിലൂടെ ഉള്ളിൽ വന്ന് ബോധവുമായി, ആന്തരിക ബോധവുമായി ചേരുമ്പോഴാണ് സമാധി യോഗം എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്ന ബോധത്തെ ഉടനെ നമ്മുടെ മൈൻഡ് പിടിച്ചിട്ട് ഗോൾ കീപ്പറുടെ ഗോളിയുടെ പരിപാടിയാ. ഈ ബോധത്തെ വെളിയിലോട്ട് അങ്ങിടും, എറി പിടിച്ച്. എപ്പോ അകത്തോട്ട് വന്നോ അത് പിടിച്ച് നാമരൂപങ്ങളിലൂടെ വെളിയിലോട്ട് പോകും, മൈൻഡിനകത്തോട്ട് കയറുമ്പോൾ. അപ്പൊ ഉള്ളെന്ന് പറയുമ്പോൾ എളുപ്പം മൈൻഡിനകത്തോട്ട് പോയിട്ടാണ് ഈ അന്വേഷിക്കുന്നത്. ശരിയാണോ? അല്ല, ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ഉള്ളിലേക്ക് വരിക.
നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോയി ആനന്ദം അനുഭവിക്കുമ്പോൾ ബാഹ്യബോധം പാട്ടിലൂടെ അകത്ത് വന്ന് സമാധിയെ പ്രാപിക്കുന്നു. നല്ല ഒരു വിഷ്വല് കാണുമ്പോൾ അതിലൂടെ ഉള്ളിലേക്ക് വന്ന് സമാധിയെ പ്രാപിക്കുന്നു. നല്ല സ്മെല്ല് കിട്ടുമ്പോൾ ചത്താ മതി, കാരണം അത്രയും ജീവിതത്തിലൊന്നും കാര്യമില്ല, ശരീരത്തിലൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാകുകയാണ്. ഞാൻ ആനന്ദ സ്വരൂപനാണ്. മൂക്കിലൂടെ ആ ആനന്ദം ഉള്ളിലേക്ക് വന്ന് ആനന്ദത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഉള്ളിലേക്ക് ഇന്ദ്രിയങ്ങളിലൂടെ പോകാൻ പറ്റും. അതാണ് തന്ത്രത്തിൽ ഇന്ദ്രിയങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം. അമ്പലത്തിലെ മണിയുടെ ധൂപം ദീപം ചെരുപ്പൂരിട്ട് ടച്ച് ഇന്ദ്രിയങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അതുകൊണ്ടാണ്. അല്ലാതെ മനസ്സിലൂടെ അകത്തേക്ക് പോകാൻ കഴിയില്ല. മനസ്സ് എക്സ്റ്റേണൽ ഓർഗൻ ആണ്. അപ്പം മനസ്സിലൂടെ പലപ്പോഴും ഈശ്വരനെ അന്വേഷിക്കാറില്ല ആളുകൾ. ഇപ്പൊ ലളിതാസഹസ്രനാമ വ്യാഖ്യാനം തന്നെ മനസ്സിലൂടെയാണ് അന്വേഷിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ പലരും വ്യാഖ്യാനങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മനസ്സിനെ വർദ്ധിപ്പിക്കുകയാണ് ദൈവിയുടെ രൂപമൊക്കെ പറഞ്ഞു. അങ്ങനെയല്ല. അതുള്ള പഞ്ചകോശത്തിലൂടെ പോകാൻ പറയുന്നത്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പഞ്ചകോശങ്ങളിലൂടെ പോയാൽ സമാധിയെ പ്രാപിക്കാം. എന്നാൽ മനസ്സിനെ യൂസ് ചെയ്യണം. യൂസ് ബൈ മൈൻഡ് എന്നും യൂസ് മൈൻഡ് എന്നുള്ള രീതിയിലുള്ള കൺസെപ്റ്റിലാണ് ഈ പറയുന്നത്. മൈൻഡാൽ ഉപയോഗിക്കപ്പെടാതെ, മനസ്സാൽ ഉപയോഗിക്കപ്പെടാതെ മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് വേണം തന്ത്രത്തിൽ നമ്മൾ സമാധിയെ പുൽകാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മനോമയ കോശം ചന്ദ്രമാ മനസോജാത ചക്ഷുസൂര്യ അജായത, മനസ്സ് ചന്ദ്രനിൽ നിന്നുണ്ടായി എന്നൊരു പുരുഷ സൂക്തം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന മനസ്സിനെ അടക്കിയിട്ട് ഇന്ദ്രിയങ്ങളിലൂടെ അകത്തേക്ക് പോവുക എന്നുള്ളതാണ് ധ്യാനത്തിന്റെ ഉദ്ദേശം. അപ്പൊ മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ എന്ന് പറയത്തില്ലേ. അകത്തേക്ക് ശ്രദ്ധിച്ചാവും ദേവിയെ കിട്ടണം, പുറത്തേക്ക് നോക്കുമ്പോഴല്ല. അപ്പൊ അകത്തേക്ക് ശ്രദ്ധിക്കുന്നതിന് പകരം പുറത്തേക്ക് ഈ കസ്തൂരി അന്വേഷിച്ച് നടക്കുന്ന കൂട്ട് നമ്മൾ ഈശ്വരനെ അന്വേഷിച്ച് എല്ലായിടത്തും ചെല്ലുക അല്ലേ. അപ്പോ അതിന് തിരിച്ചു പിടിക്കണം. അങ്ങനെ പുറത്തേക്ക് പോകുന്ന ബോധത്തെ അകത്തേക്ക് കൊണ്ടുവന്നു ആജ്ഞാചക്രത്തിലൂടെ അകത്തേക്ക് കൊണ്ടുവന്നു സമാധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് ശ്രീവിദ്യ. അവിടെ അതുകൊണ്ടാണ് ഈ മൃഗനാഭി മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക, അതായത് ഈ കസ്തൂരി വിശേഷകമായിട്ട് അതായത് വ്യത്യസ്തമായ രീതിയിൽ ഈ കസ്തൂരി അന്വേഷിക്കുന്ന പോലെ വ്യത്യസ്ത വിശേഷകമായിട്ട് ഇതിനെ തിരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് സമാധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചന്ദ്രമണ്ഡലത്തിലെ അമൃതം നുകരാൻ വേണ്ടി നമ്മളെ പ്രാപ്തമാക്കുന്ന പദ്ധതിയാണ് ശ്രീവിദ്യ എന്നൊരു വ്യംഗ്യധ്വനി അവിടെ ഉണ്ട്. അപ്പം മനോമയ കോശവുമായി ബന്ധപ്പെട്ടുള്ള ഈ പറയുമ്പം അല്ലെങ്കിൽ ഞാൻ എന്നുള്ള ഫീലിങ്സ് നമ്മളുടെ ആജ്ഞാചക്രം തിലകക്കുറിയുടെ പുറകിൽ നിലനിർത്തുമ്പോൾ, അങ്ങനെ നിർത്താനാണ് പൊട്ടുവിടുന്നത്. ആ അകത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഞാൻ എന്നുള്ള ഫീലിങ്സിനെ ഉയർത്തി അവിടെ നിർത്തിയാൽ നമ്മൾ ഉയർന്ന ലോകവുമായി ഋഷിമാരുടെ ലോകവുമായി ബന്ധപ്പെടും. എന്നാൽ ഞാൻ എന്നുള്ള ഫീലിങ്സിനെ നമ്മൾ ഹൃദയചക്രവുമായി ബന്ധപ്പെടുത്തിയാൽ നമ്മൾ വളഞ്ഞിരിക്കുകയും ഹൃദയചക്രത്തിന് അടിയിലോട്ട് വരുന്തോറും വന്ന് നമ്മൾ ഭൂമിതത്വവുമായി ബന്ധപ്പെട്ട് പാമ്പിന്റെ കൂട്ട് കിടക്കും. എന്നാൽ ഉയർന്ന ചക്രങ്ങളിലേക്ക് ഞാൻ എന്നുള്ള ബോധം വരുന്നതനുസരിച്ച് പക്ഷിയായി ഗരുഡനായി, മറ്റേത് പാമ്പാണെങ്കിൽ ഇത് ഗരുഡനാണ്, പക്ഷിയായി മാറും, ഫ്രീഡത്തിലേക്ക് എത്തും, എൻലൈറ്റൻമെന്റിലേക്കും സമാധിയിലേക്കും എത്തും, അനന്തമായ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തും. ഇത് വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. പ്രാക്ടിക്കലി ഈ പറയുന്നത് ശരിയാണോ ഞാൻ പറയുന്നത് എന്നുള്ളത് നോക്കാം. എല്ലാവരും അവരുടെ വലത് കൈ എടുക്കുക ദയവായിട്ട്. എടുത്തോ? തിയറി മാത്രം മനസ്സിലാക്കിയിട്ട് കാര്യമില്ല, പ്രാക്ടിക്കൽ മനസ്സിലാക്കാം. ഹൃദയ ചക്രത്തിൽ വെക്കുക. ഹൃദയത്തിന്റെ അവിടെ കൈ കൊണ്ട് ടച്ച് ചെയ്യുക. ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗൻ അല്ല, നെഞ്ചിന്റെ നടുക്ക് വെച്ചാൽ മതി. അതാണ് താന്ത്രിക ഹൃദയം, അനാഹര ചക്രമാണ്. അതിന് വിരലിന്റെ അറ്റം കൊണ്ട് അവിടെ സ്പർശിക്കണം, വിരലിന്റെ അറ്റം കൊണ്ട് അവിടെ ടച്ച് ചെയ്യണം. ചൂണ്ട് വിരലിന്റെ അറ്റം കൊണ്ട് അല്ലെങ്കിൽ 2 വിരലിന്റെ അറ്റം കൊണ്ട് അവിടെ സ്പർശിക്കുക. നമ്മൾ ചർമ്മസ് വിടുന്നോട്ട്. എന്നിട്ട് മുന്നോട്ട് വളഞ്ഞിരിക്കുക. മുന്നോട്ട് നല്ല രീതിയിൽ എപ്പോഴും ഇരിക്കുന്നോട്ട് വളഞ്ഞിരിക്കുക. മുന്നോട്ട് വളഞ്ഞിരിക്കുക. നല്ലവണ്ണം തലതാത്ത് വളഞ്ഞിരിക്കണം. മുന്നോട്ട് തലതാത്ത് വളഞ്ഞിരിക്കണം. എന്നിട്ട് നമ്മുടെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയൊക്കെ ഒന്ന് ആലോചിക്കണം. അതിന് ഭയങ്കര ശക്തിയായിരിക്കും അല്ലേ. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അസുഖങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ആളുകളുടെ വെറുപ്പുണ്ട്, ഒറ്റപ്പെടുത്തലുണ്ട്, കുറ്റപ്പെടുത്തലുണ്ട്, എനിക്ക് ആരും ഇല്ലെന്നുള്ള തോന്നലുണ്ട്, മതി സാറേ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു എന്ന് പറയും, കുറച്ചുകൂടെ പറഞ്ഞു അല്ലേ. ഇതിങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ അവിടെ ശക്തമായിട്ടുണ്ട്. നമ്മളെല്ലാം ഒറ്റപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ വിഷമങ്ങളുണ്ട്. എന്നാൽ
അപ്പൊ അവിടെ വെച്ചിട്ട് പറഞ്ഞ ഐ ആം ഹിയർ, ഞാൻ ഇവിടെയാന്ന് പറഞ്ഞു. ഐ ആം ഹിയർ എന്ന് പറഞ്ഞു, ഞാൻ എവിടെയാണെന്ന് പറഞ്ഞേ, പറഞ്ഞോ, ഞാൻ എവിടെയാണ്. അത് ഫീൽ ചെയ്തേ, നല്ലവണ്ണം ഫീൽ ചെയ്തേ, ഞാൻ ഇവിടെയാണ്. അവിടെ ആ നെഗറ്റീവ് എല്ലാം ഉണ്ട് അല്ലേ? നമ്മളോട് ഉപദ്രവിച്ചവരെ നമുക്ക് ക്ഷമിക്കാനൊന്നും പറ്റത്തില്ല അല്ലേ? ശരിയല്ലേ? നമ്മൾ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല, നമുക്ക് വിഷമമുണ്ട്, സങ്കടമുണ്ട്, ദുഃഖമുണ്ട്, അവരോട് അമർഷമുണ്ട്. അവിടുന്ന് ഈ ഞാൻ എന്നുള്ളതിനെ പതുക്കെ പൊക്കുക, കൈ ഇങ്ങനെ പൊക്കി, നട്ടല് നിവർന്ന് ഐ ആം ഹിയർ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവന്ന പിരികത്തിന്റെ അവിടെ കൊണ്ട് മുഖചന്ദ്ര കളങ്കാഭ അവിടെ കൊണ്ട് വെച്ചാട്ടെ, അവിടെ കൊണ്ട് അമർത്തി വെച്ച് നട്ടല് നിവർന്നിരുന്ന് തലയുടെ വെയിറ്റ് ഷോൾഡറിൽ വരുന്ന രീതിയിൽ ഇരുന്ന് പൊക്കി പിടിച്ച് തലയുടെ വെയിറ്റ് ഒരുപാട് അങ്ങ് പുറമോട്ട് പോകണ്ട, എന്നാ ഒട്ട് തലയുടെ വെയിറ്റ് ഷോൾഡറിൽ വരുന്ന രീതിയിൽ സാധാരണ ഒട്ട് നിവർന്ന് നേരെ വിജയിച്ച ആളുകളൊക്കെ ഇരിക്കുന്ന ഒട്ട് നേരെ നിർത്തി തല നേരെ നോക്കുന്ന രീതി അങ്ങനെ നിന്നിട്ട് പതുക്കെ ഈ കൈ അവിടെ തന്നെ വെച്ചത്, കൈ മാറ്റണ്ട, പിരികം ചെറുതായിട്ടൊന്ന് പൊക്കണം. ഞാൻ എന്നുള്ള ഫീലിങ്സ് ഇപ്പൊ എവിടെയാണ്? ഐ എം ഹിയർ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെയാണ് പറഞ്ഞ് ഉറപ്പിച്ച് ഐ എം ഹിയർ, ഞാൻ ഇവിടെയാണ് ഉറപ്പിച്ചോ? ഫിക്സ് ആയല്ലോ? ഓക്കെ. അവിടെ നിന്നിട്ട് ഒന്ന് വിഷമിക്കാൻ പറ്റുമോ നോക്കി, ഒന്ന് സങ്കടപ്പെടാൻ പറ്റുമോ നോക്കി, പറ്റുന്നുണ്ടോ? അവിടെ നിന്നിട്ട് വിഷമിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അല്ലേ? എല്ലാവരും ചിരിക്കുന്നു. ഹാപ്പിനെസ് മാത്രമേ അവിടെ നിന്ന് വിഷമിക്കാൻ പറ്റത്തില്ല അല്ലേ? മനസ്സിലായ? ഭ്രൂമത്വത്തിൽ ദേവതകളെ കൊണ്ടുവച്ച് ഉപാസിക്കാന്ന് ഋഷി പറഞ്ഞതിന്റെ കാര്യം പിടികിട്ടിയോ? ഉയർന്ന ലോകമാണ് ഭൂലോകം, സ്വർഗലോകം, മഹർലോകം, ജനലോകം, തവലോകം, താപസന്മാരുടെ ലോകം, സത്യലോകത്തിൽ നിന്നാണ് ഗായത്രി ജീവിക്കുന്നത്. സപ്തവ്യാഹൃതികൾ എന്ന് പറയും. അതിൽ ഉയർന്ന ലോകം ഋഷിമാരുടെയൊക്കെ താപസന്മാരുടെയും ജനലോകം, പിതൃക്കളുടെ ലോകം, ഇങ്ങനെ സ്വർഗലോകം, ഭൂർഭസ്വ മഹാജനാഥവ സ്വർഗലോകം, ഇതൊക്കെയാണ് മേപ്പോട്ട് വരുന്നത്. ഞാൻ എന്നുള്ള ബോധം ഏത് ലോകത്തിരിക്കുന്നു, മരിക്കുമ്പോൾ ഏത് ലോകത്തിരിക്കുന്നു അവിടെ കണ്ടിന്യൂ ചെയ്യും. എന്നാൽ താഴോട്ട് വരുമ്പോൾ ഫ്രീഡം അല്ല, ഭൂമിതത്വം, ജലതത്വം, താഴേക്ക് വരുമ്പോൾ പാതാളം, അതലം, വിതലം, സുഡാൻ, പാതാളം വരെയുണ്ട്. അപ്പൊ താഴോട്ട് വരുന്നതോറും അവിടെ പാമ്പാണ്, സർപ്പമാണ്. ഇവിടെ പക്ഷിയാണെങ്കിൽ ഇവിടെ പാമ്പ് ഭൂമിതത്വമായിട്ട് ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്നതാണ്. അപ്പൊ ഈ ഞാൻ എന്നുള്ള തോന്നൽ എവിടെ നിൽക്കുന്നു? ഇതാണ് സ്വർഗവും നരകത്തിനും തീരുമാനിക്കുന്നത്. താഴെ കിടക്കുമ്പോൾ ഈ പാമ്പിന്റെ കൂട്ട് കട്ടിലിന് എണീക്കത്തില്ല, തല മുതൽ പാദം വരെ പാമ്പിന്റെ കൂട്ട് കെട്ടി കിടക്കോടെ, എണീക്കാൻ വയ്യ, അസുഖങ്ങളൊക്കെ വന്ന് നേരെ നിർത്താം. കാരണം ഈ ഞാൻ എന്നുള്ള ബോധത്തിനെ ഉയർത്തി നിർത്താൻ പറ്റുന്നില്ല. ഒരു കൊച്ചുകുട്ടി ജനിച്ചു വീഴുന്നത് പാമ്പിന്റെ കൂട്ടാണ്. പിന്നെ അവന്റെ ഈ ബോധം ഞാൻ എന്നുള്ള തോന്നൽ ഉയർത്തി നിർത്താൻ പഠിക്കുന്ന അനുസരിച്ച് അവൻ താഴെ വീഴും. പിന്നെ ഇന്നലെ മുട്ടയിലറിയും മൃഗങ്ങളുടെ കൂട്ട്, മൃഗങ്ങൾക്ക് കുണ്ടലിനി അല്ലെങ്കിൽ ഞാൻ എന്നുള്ള ബോധം ഇവിടം വരെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഏത്? നാഭി വരെ. അതാ മൃഗനാഭി എന്ന് ഉദ്ദേശിക്കുന്നത്. ആ കുണ്ടലിനി ശക്തി മുകളിലേക്ക് വന്ന് ആദ്യം മാനിഫെസ്റ്റ് ചെയ്യുന്ന ഇടപിങ്കളയിലൂടെ, ആജ്ഞയിലൂടെ പുറത്തേക്കാണ്. അതാണ് പ്രാണമയ വ്യാഖ്യാനം ഈ പറയുന്ന നാമത്തിന്റെ. കുണ്ടലിനി ശക്തിയുടെ ആദ്യത്തെ പാത്ത് ഇത് മാറ പിടിച്ചിട്ട് ഇടപിങ്കള വഴി ആജ്ഞയിലൂടെ പുറത്തേക്ക് വരുമ്പോഴാണ് സകല ദുരിതങ്ങളും നമ്മളെ അറ്റാക്ക് ചെയ്യും. വഴിയെ പോന്ന വയ്യാവലി എല്ലാം നമ്മളെ പിടിച്ചിട്ടേ ഓട്ടോ പിടിച്ച് വീട്ടിൽ വരും. നെഗറ്റീവ് ആരാ ഒച്ച വെച്ച് ശല്യം ചെയ്യുന്നത്? ദയവായിട്ടൊന്നും ഒന്ന് ഇത് ചെയ്യണം, മ്യൂട്ട് ചെയ്യണം. മോഹൻദാസ് എന്ന് പറഞ്ഞ ആളാണ്, ഒന്ന് മ്യൂട്ട് ചെയ്യണം. മോഹൻദാസ് കഷ്ടമുണ്ട്, കാല് പിടിക്കാം. മോഹൻദാസ് കേൾക്കുന്നുണ്ടോ? മോഹൻദാസേ കാല് പിടിക്കാം കുറച്ചേരത്തേക്ക്. സന്തോഷം. അപ്പൊ ഈ പറഞ്ഞ രീതിയില് കാരണം ആ ഫ്ലോ പോവും. അതാണ് ഇടയ്ക്ക് നമ്മൾ മ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇടപിങ്കളയിലൂടെ ഇങ്ങനെ വന്ന് ആജ്ഞയിലൂടെ പുറത്തേക്കാണ് ആദ്യം കുണ്ടലിനി മാനിഫെസ്റ്റ് ചെയ്യുന്ന. സുഷുമ്നയിലൂടെ സഹസ്രാരത്തിലേക്കോ സമാധിയിലോട്ടോ അല്ല കുണ്ടലിനി ചെയ്യുന്നത്. കാരണം നാഭി പ്രദേശത്ത് സ്വാധിഷ്ഠാന ചക്രമുണ്ട്, അതിനവിടെ ബ്രഹ്മഗ്രന്ഥിയുണ്ട്. ഈ ബ്രഹ്മഗ്രന്ഥി വാസനകളുടെ സഞ്ചയമാണ്. സൃഷ്ടി നടക്കുന്നത് ഈ ആഗ്രഹം വാസനയുള്ളത് കൊണ്ടാണ്. ഈ ബ്രഹ്മഗ്രന്ഥി ഭേദിക്കുമ്പോഴാണ് കുണ്ടലിനി സുഷുമ്നയിലൂടെ സഹസ്രാരത്തിലേക്ക് പ്രാക്ടിക്കലി വരുന്നത്. തിയറി അല്ല, ഇത് പ്രാക്ടിക്കലാണ്. ഈ കുണ്ടലിനി വന്ന് സ്വാധിഷ്ഠാനത്തിൽ ഇടിച്ചിട്ട് അത് രണ്ടായിട്ട് പിരിഞ്ഞ് ഇടപിങ്കളയിലൂടെ ആജ്ഞയിലൂടെ പുറത്തു വരുന്നു. അത് ബാധ, നെഗറ്റീവ് വൈബ്രേഷൻസ് പിടിക്കുമ്പോൾ നമുക്ക് ദുരന്തങ്ങൾ അട്രാക്ട് ചെയ്യപ്പെടുകയും ജീവിതത്തിൽ നമ്മൾ വഴിയിൽ നിന്ന് ഒരുത്തനെ ഈ പരിചയപ്പെടുമ്പോൾ അവൻ നമ്മളെ ബിസ്ക്കറ്റ് തന്നിട്ട് നമ്മുടെ സ്വർണവും മാലയും എടുത്തോണ്ട് പോകണവനാവും. നമ്മളൊരു കൂട്ടുകാരനെ കൊണ്ടുവന്ന് കയറ്റി അവൻ നമ്മുടെ മൊത്തം അടിച്ചുകൊണ്ട് പോകും.
നമുക്ക് ഗൾഫിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളതും കൂടെ നഷ്ടപ്പെട്ട് പിച്ചക്കാരനായിട്ട് തിരിച്ചു വരാം. നമ്മൾ എവിടെ ഒരു കല്യാണം കഴിച്ചാൽ അതോടുകൂടി നമ്മുടെ ജീവിതം കുളമായി പോകും. ഇങ്ങനെ നമ്മൾ എല്ലാവിധത്തിലും എവിടെ ചെന്നാലും ദുരിതമുള്ള ആളുകളുണ്ട്. അത് ഈ കുണ്ടലിനി ഇടപിങ്കളയിലൂടെ ആജ്ഞയിലൂടെ പുറത്തേക്ക് വരുന്നവരാണ്. അവിടെ ദേവി ഉപാസന ചെയ്ത് ഈ കുണ്ടലിനിയെ ദേവിക്ക് കൊടുത്താൽ, ദേവി ഉപാസനയിലൂടെ ദേവിക്ക് പ്രാണം കൊടുത്താൽ ദേവി അതിനെ പോസിറ്റീവായി ഇടപിങ്കളയിലൂടെ മാനിഫെസ്റ്റ് ചെയ്ത് ഇവിടെ തുടിക്കും. അങ്ങനെയുള്ളത് പുറത്തേക്ക് വരും. ഇവിടെ തുടിക്കുന്ന ഒരുപാട് പേര് ഈ ഗ്രൂപ്പിൽ ഇരിപ്പുണ്ട് അല്ലെ, ദേവി ഉപാസനയിലൂടെ. അപ്പൊ പോസിറ്റീവായിട്ട് വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങും. വഴി വെച്ച് പരിചയപ്പെടുത്ത നേരത്തെ സ്വർണ്ണമാലയൊക്കെ എടുത്തുകൊണ്ട് പോയെങ്കിൽ ഇപ്പൊ വഴി വെച്ച് പരിചയപ്പെടുന്ന നമുക്കൊരു വിസ കൊണ്ടുതരും അല്ലെ, നമുക്കൊരു ഗൾഫിൽ പോകാനൊരു അവസരം തരുന്നു അല്ലെ. ഒരു എവിടെ ചെന്നാലും ഡെവലപ്പ് ചെയ്യുന്നവരുണ്ട്. അവരിൽ ഈ പറയുന്ന പോസിറ്റീവ് എനർജി ഉള്ളവരുണ്ട്. അതാണ് ഈ പറയുന്ന പ്രാണമയ കോശത്തിലെ അർത്ഥം. അപ്പം നാഭി പ്രദേശത്ത് മൃഗം, നമ്മളൊക്കെ ഒരു മൃഗീയമായ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് താഴത്തെ ചക്രങ്ങളിൽ ഞാൻ എന്നുള്ള ബോധം നിലകൊള്ളുന്നത്. ആജ്ഞാചക്രത്തിന്റെ പുറകിൽ ഞാൻ എന്നുള്ളതിനെ കൊണ്ടുവരാൻ ദേവതാ ഉപാസനയ്ക്ക് സാധിക്കും. ദേവി ഉപാസന ചെയ്യുമ്പോൾ ഈ ഞാൻ എന്നുള്ള തോന്നല് എപ്പോഴും ഇവിടെ ആവും. ഇപ്പൊ തന്നെ അതെല്ലാം താഴെ വന്നില്ലേ പലരുടെയും അല്ലേ. നമുക്കിത് ഇവിടെ മറന്നു പോകും, നമുക്കിത് ഇവിടെ നിർത്താൻ പറ്റത്തില്ല. ഇത്രയേ ഉള്ളൂ. എന്നാ ഇപ്പൊ ഞാൻ റെഡിയാക്കി തരാന്ന് പറയും. ചുമ്മാ ഇത് ഓർക്കത്തില്ല. ഇത് ഇവിടെ പിന്നെ താഴെ വന്ന അയ്യോ എല്ലാം പോയെന്ന് പറഞ്ഞിരിക്കും. ഇത് ഉപാസന സ്ഥിരമായി ചെയ്യുമ്പോൾ ഇവിടെ നിലനിർത്താൻ നമുക്ക് സാധിക്കും. അപ്പൊ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ സ്കില്ല് വരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ ഈ എനർജിയെ നമ്മൾ വിളിക്കുന്നത് എന്താണെന്നറിയോ? മഹാകാളി, കാളി സ്വരൂപം എന്ന് പറഞ്ഞത് പിങ്കളയുടെ ആജ്ഞയിലൂടെ പുറത്തേക്ക് കുണ്ടലിനി മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ വേണ്ട പ്രൊട്ടക്ഷനും ഐശ്വര്യവും സമ്പത്തും ഒക്കെ കൊണ്ടുവരുമ്പോഴാണ് കാളി എന്ന് വിളിക്കുന്നത്. ഇതേ കുണ്ടലിനി സുഷുമ്നയിലൂടെ സഹസ്രാരത്തിലേക്ക് വരുമ്പോൾ ത്രിപുര സുന്ദരി എന്ന് വിളിക്കുന്നേ ഉള്ളൂ. അപ്പൊ ആ ഇടപിങ്കളയിലൂടെ പുറത്തോ ആജ്ഞയിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ തിലകക്കുറിയിലൂടെ പുറത്തേക്ക് വരുന്ന ആ ഊർജം, അതിനെയാണ് ഇവിടെ പ്രാണമയ കോശത്തിൽ മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക. നമുക്ക് മൃഗനാഭി വിശേഷകമായിട്ട് വരുമ്പോഴാണ്, ഇല്ലെങ്കിൽ അത് ബാധയാണ്. ആ മൃഗനാഭിയിൽ നിന്ന് വരുന്ന എനർജി ബാധയാണ്. അത് ദേവിയിലൂടെ വരുമ്പോൾ, വിശേഷകമായിട്ട് വരുമ്പോൾ ഇവിടെ ഈ തിലകക്കുറി, ഈ ശോഭ, ആഭ എന്ന് പറഞ്ഞ ശോഭ, മുഖചന്ദ്ര കളങ്കാഭ, ആ കളങ്കം. ആ കളങ്കം എന്ന് പറയുന്നതിന് കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഈ ഉച്ഛിഷ്ട ബ്രഹ്മം എന്നൊരു കൺസെപ്റ്റ് പറയും. അനന്തനെ ഉച്ഛിഷ്ട ബ്രഹ്മം എന്നൊക്കെ അനന്തൻ പറയുന്നു. അതായത് ഈ സൃഷ്ടി ഉണ്ടായതിനു ശേഷമുള്ള ഈ ലോകം എന്ന് പറയുന്നതിന് ഉച്ഛിഷ്ടം എന്ന് പറയാറുണ്ട്. അതായത് പരമാത്മാവായിട്ടുള്ള 3 പുരങ്ങള് അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടി നടക്കുന്നു. ആ സൃഷ്ടി നടക്കുമ്പോൾ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയിൽ ജാഗ്രതത്തിനെ സ്വപ്നം, സുഷുപ്തി, തുരീയം എന്ന് പറയുന്ന 3 അവസ്ഥകളിൽ, ഈശ്വരന്റെ അവസ്ഥകളിൽ നിന്ന് ബാക്കിയുള്ള ഈ ലോകം ഒരൊറ്റ പാദം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് ബാക്കി 3 പാദങ്ങൾ ത്രിപാദോർധ്വയിൽ എന്ന് പുരുഷസൂക്തം പറയുന്നു. ഈ 3 പാദങ്ങൾ മുകളിൽ ഇത് ഒരു പാതേ ഉള്ളൂ എന്ന് കാരണം അർജുന, എന്റെ ഒരു പാദം കൊണ്ട് ഞാൻ ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നു ഗീതയെ പറയുന്നു. ബാക്കി 3 പാദം മേളിലാണ്. ഇത് പലർക്കും എന്താണെന്ന് അറിയാറില്ല. അപ്പൊ ആ ഒരു പാദം ആയതുകൊണ്ട് ഇതിന് ഉച്ഛിഷ്ട ബ്രഹ്മം എന്ന് പറയാറുണ്ട്. ബ്രഹ്മത്തിന്റെ ഉച്ഛിഷ്ടം എന്ന് ഈ പ്രപഞ്ചത്തെ വിളിക്കാറുണ്ട് ഋഷി. അപ്പൊ അതൊരു കളങ്കം പോലെ, ഈ പൂർണ്ണചന്ദ്രനായിട്ടുള്ള ബ്രഹ്മത്തിൽ ഒരു കളങ്കം പോലെ, ഉച്ഛിഷ്ട ബ്രഹ്മം പോലെ ആ പൊട്ട് കാണപ്പെടുന്നു അല്ലെ. പ്രപഞ്ചത്തിന് ദൂരെ നോക്കുമ്പോൾ ഭൂമി ഒരു പൊട്ട് പോലെ എന്ന് പറഞ്ഞത് ഈ പ്രപഞ്ചം ഒരു പൊട്ട് പോലെ കാണപ്പെടുന്നു ആദിപരാശക്തിയുടെ വലിപ്പത്തിൽ എന്നും ഇതിന് അർത്ഥമുണ്ട്. അപ്പം മുഖചന്ദ്ര കളങ്കാഭ, അത് കളങ്കം പോലെ പൂർണ്ണ ബ്രഹ്മമായിരിക്കുന്ന ഒരു സമാധിയിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതൊരു കളങ്കമാണ് ഈ ലോകം എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ കളങ്കം എന്നുള്ള തരത്തിൽ, അടയാളം എന്നുള്ള പൊട്ടെന്നുള്ള രീതിയിലും പറയുന്നു, വിശേഷകം എന്നുള്ള അടയാളം എന്നും പറയാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഇതിന് ഉള്ള വ്യാഖ്യാനം പ്രാണമയ കോശത്തില് വ്യക്തമായ ഋഷി വ്യംഗിപ്പിച്ചിട്ടുണ്ട്. ചുമ്മാ ഒരു നാമം അങ്ങ് പറയല്ല, ഒരു മൃഗനാഭി വിശേഷക എന്നൊക്കെ ചുമ്മാ അങ്ങ് പറയല്ല. അതിനകത്ത് ഇത്രയും പ്രായോഗിക കാര്യങ്ങള് ഋഷി പറയുന്നുണ്ട്. ഈ പരബ്രഹ്മം എന്ന് പറയുന്ന ശുദ്ധബോധത്തിലെ അപൂർണത എന്നും ഈ പ്രപഞ്ചത്തെ പറയാറുണ്ട്, ശക്തിയും പറയാറുണ്ട് എന്ന് പറഞ്ഞു.
അതാണ് ഈ സൂചിപ്പിച്ചത്. അപ്പം മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക എന്നുള്ളതിന് ഇത്രയും അർത്ഥങ്ങളുണ്ട്. കസ്തൂരി അന്വേഷിക്കുന്ന പോലെ നമ്മൾ പുറത്ത് അന്വേഷിക്കുന്ന ഈശ്വരനെ അകത്തേക്ക് കൊണ്ടുവന്ന് കാട്ടിത്തരുന്നവളാണ് ദേവി എന്നും അർത്ഥമുണ്ട്. ഒരാളൊരിക്കൽ ഒരു ഗുരുവിനെ അന്വേഷിക്കുന്നു. സ്വാഭാവികമായിട്ടും അയാൾക്ക് ഒരു സ്വപ്ന ദർശനം കിട്ടി. ഗുരുവിന്റെ രൂപം, ഗുരു ഇന്ന പോലൊക്കെയാണ്, ഇന്ന പോസ്റ്റർ പിടിച്ചിരിക്കും, അങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞു. ഗുരു ഇന്ന പോലെ ഒരാളിന്റെ ചോട്ടിലാണ് ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള സംശയങ്ങൾ വരുമ്പോൾ അടുത്ത തൊട്ടപ്പുറത്ത് ഒരാൾത്തറയിൽ ഒരാൾ ഇരിപ്പുണ്ട് സ്ഥിരമായിട്ട്. അയാൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ്, അത്രയേ ഉള്ളൂ. അപ്പം അയാളോടാണ് ഈ മനുഷ്യൻ ചെന്ന് ചോദിക്കുന്നത്, ഈ അന്വേഷകൻ ചെന്ന് ചോദിക്കുന്നത് എല്ലാ ഡൗട്ടുകളും സാധാരണ. അപ്പൊ അയാളൊക്കെ ചെന്ന് ചോദിച്ചു, സ്വപ്നത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ദർശനം കണ്ടു, ഗുരുവിന്റെ രൂപം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആലും ഒക്കെ ഉള്ള ഒരു സ്ഥലം, ഇതുപോലെ ഒരു ആലൊക്കെയുള്ള ഒരു സ്ഥലമാണ് സ്വപ്നത്തിൽ കണ്ടത്. അപ്പൊ ആ ഗുരുവിന്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചപ്പം ആരാണ് ഇയാളെ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചപ്പോൾ അയാളെ നീ അന്വേഷിച്ചിറങ്ങണം, നിന്റെ ഈഗോ മാറ്റി വെച്ച് അന്വേഷിച്ച് അയാളെ കിട്ടുമെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ഇയാൾ അന്വേഷിച്ചിറങ്ങാണ്. അയാൾ ലോകത്തെല്ലാം ഈ ഗുരുവിനെ അന്വേഷിച്ചിറങ്ങി അന്വേഷിച്ച് പോയി കിട്ടിയില്ല. അവസാനം ഭയങ്കര പരാജയപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ഇയാള് ലാസ്റ്റില് തിരിച്ചു വന്നപ്പോഴും ഈ മനുഷ്യൻ അതുപോലെ അവിടെ ഇരിപ്പുണ്ട്, ആ കയ്യും പിടിച്ച്. ഒറ്റ സ്പാനർ സെക്കൻഡ് കണ്ടപ്പോൾ മനസ്സിലായി, ഇതാണ് ഞാൻ അന്വേഷിക്കുന്ന ഗുരു. അയ്യോ, അപ്പൊ തന്നെ കാൽക്കൽ വീണു. എന്നിട്ട് പറഞ്ഞ്, ഞാൻ ലോകം മുഴുവൻ അന്വേഷിച്ചു, ഞാൻ ഈ സങ്കല്പം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ ഈ സങ്കല്പമായിട്ട് ഒത്തുവന്ന അങ്ങേ എന്തുകൊണ്ട് അന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ അങ്ങും പറഞ്ഞില്ല ഇത് എന്താണ്, ഇത് എന്തുകൊണ്ടാണ് എനിക്കത് മനസ്സിലാക്കാതെ പോയത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഗുരു പറഞ്ഞു, അന്ന് ഞാൻ പറഞ്ഞാലും നീ വിശ്വസിക്കത്തില്ല. കാരണം നിന്റെ മനസ്സിലുള്ള ഈശ്വരനെ അന്വേഷിക്കുന്നു, അല്ലെ ഗുരുവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നീ. യഥാർത്ഥത്തിലുള്ള ഞാനപ്പോ പറയാ, ഞാനാണ് നീ അന്വേഷിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ പിന്നെ ഇയാളാണോ ഓരോന്ന് എന്നല്ലേ പറയുള്ളൂ, അല്ലാതെ പറയൂല. ഉറപ്പാണ് ഇയാൾ ഈഗോ കൊണ്ട് പറയുന്നതാണ്, എന്നെ യൂസ് ചെയ്യാൻ പറയുന്നതാണെന്നൊക്കെ വിചാരിക്കും. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. നിനക്ക് സമയമായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി, എന്റെ ഈഗോ പോണം. ഞാൻ എന്നുള്ള എന്റെ സങ്കല്പം. ഇപ്പൊ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള സങ്കല്പങ്ങളിലൂടെ ഈശ്വരനെ അന്വേഷിച്ച് അലയുകയാണ്, നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ അറിയാതെ. അപ്പോ ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ കസ്തൂരി അന്വേഷിക്കുന്നോട്ട് ഉള്ളിലുള്ള ഈശ്വരനെ അന്വേഷിച്ച് അടുത്തുള്ള ഈശ്വരനെ കാണാതെ, അല്ലെ, നമ്മൾ അകലെയുള്ള മൈൻഡിലൂടെ ഈശ്വരനെ അന്വേഷിക്കുന്നു. അപ്പൊ മനസ്സിനെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള അന്വേഷണത്തോടെ മാത്രമേ ഈശ്വരൻ തെളിഞ്ഞ് വികസിക്കുന്നു. അപ്പൊ നമുക്കറിയാം അന്വേഷിക്കേണ്ട കാര്യമില്ല, ഈ അന്വേഷണമാണ് പ്രശ്നം. ഞാൻ ഈശ്വരൻ തന്നെയാണ്, അഹം ബ്രഹ്മാസ്മി എന്ന് തിരിച്ചറിയുന്ന അവസ്ഥയിലേക്ക്, ഉള്ളിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഈ മനസ്സ് നമ്മളെ പിടിച്ച് ഗോൾ കീപ്പറുടെ കൂട്ട് വെളിയിലോട്ട് കൊണ്ടുപോകാതെ മനസ്സിനെ സ്റ്റോപ്പ് ചെയ്താൽ തന്നെ ശ്രദ്ധ ആന്തരികമായി വരികയും രാഗദ്വേഷ വിയുക്തേഷു എന്ന് ഗീതയിൽ പറയുന്ന ശ്ലോകത്തിൽ പറഞ്ഞുകൊണ്ട് ആത്മവശ്യങ്ങളായ, അല്ലയോ അർജുന, ആത്മവശ്യങ്ങളായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സുഖങ്ങളെ അനുഭവിക്കൂ. അപ്പം ഉള്ളിലേക്ക് വന്ന സമാധി കിട്ടുമെന്ന് പറയുന്നുണ്ട് ഭഗവാൻ ഗീതയില്. അതുപോലെ നമുക്ക് ദേവിയെ തിരിച്ചറിയാനും നമ്മൾ അന്വേഷിക്കുന്ന ഒരു ദേവതയെ വിട്ടിട്ട് ഈ എഫർട്ട് തന്നെ നമ്മളെ ദേവിയിൽ നിന്ന് അകത്തുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിപൂർണമായ സറണ്ടറിങ്. എനിക്ക് അറിയില്ല എന്നെനിക്ക് പറയാൻ പറ്റണം, ദേവിയെ എനിക്ക് അറിയില്ല, എങ്കിലും ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ രൂപത്തിലൊക്കെ ദേവിയെ വിളിക്കാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിനെ ഇല്ലായ്മ ചെയ്ത് നിരോധിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ അകത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ദേവിയെ അറിഞ്ഞ് സമാധിയിലേക്കും ആനന്ദമയ കോശത്തിലേക്കും എത്താൻ എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സംഗ്രഹിക്കും. ദേവി അനുഗ്രഹിക്കട്ടെ. ശ്രീമാത്രേ നമഃ. നമുക്ക് ജപത്തിലേക്ക് കടക്കാം. മഞ്ചേശ്വരാണ് ജപിക്കുന്നത്. അദ്ദേഹം തപോവന്റെ പ്രധാനപ്പെട്ട അക്കൗണ്ട്സും കാര്യങ്ങളും എല്ലാം ലീഗൽ കാര്യങ്ങളും ഒക്കെ നോക്കുന്ന ആളാണ്. അദ്ദേഹം വളരെ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് തപോവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ എല്ലാവരുടെയും ഒന്നിച്ചുള്ള എഫർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിൽക്കുന്നവരാണ് ഇവരൊക്കെ. അദ്ദേഹം ഇന്ന് ജപിക്കുകയാണ്. വളരെ സന്തോഷം. നമുക്ക് ആരംഭിക്കാം.
श्रीललितासहस्रनामस्तोत्रम्। अस्य श्रीललितासहस्रनामस्तोत्रमहामन्त्रस्य वशिन्यादिवाग्देवता ऋषयः अनुष्ठुप् छन्दः श्रीललिता परमेश्वरी देवता। श्रीमद्वाग्भवकूडेति बीजं मध्यकूडेति शक्ति शक्तिकूडेति कीलकं मूलप्रकृतिरिति ध्यानं श्रीललिता महात्रिपुरसुन्दरी प्रसादसिद्धिद्वारा सकलचिन्तितफलव्याप्त्यर्थे जपे विनियोगः। ध्यानं सिन्दूरारुणविग्रहां त्रिनयनां माणिक्यमौलिस्फुरत्तारानायकशेखरां स्मितमुखीमापीनवक्षोरुहां पाणिभ्यां मणिपूर्णरत्नचषकं रक्तोल्बलं बिभ्रतीं सौम्यां रत्नकटस्थरक्तचरणां ध्यायेत् परामम्बिकां। ध्यायेत् पद्मासनस्तां विकसितवदनां पद्मपत्रायदाक्षीं हेमाभां पीतवस्त्रां करकलितलसद्धेमपद्मां वराङ्गीं सर्वालङ्कारयुक्तां सततमभयदां भक्तनम्रां भवानीं श्रीविद्यां शान्तमूर्तिं सकलसुरनुदां सर्वसम्पत्प्रदात्रीं सकुङ्कुमविलेपनामडिगजुम्बिकस्तूरिकां समन्दहसिदेक्षणां सशरजापपाशाङ्कुशाम् अशेषजनमोहिनीमरुणमाल्यभूषाम्बरां जवाकुसुमभासुरां च पवितौ स्मरेदम्बिकाम्। अरुणां करुणातरङ्गिताक्षीं धृतपाशाङ्कुशपुष्पबाणचापाम् अणिमादिभिरावृतां मयूखैः अहमित्येव विभावये भवानीम्। ॐ श्रीमाता श्रीमहाराज्ञी श्रीमत्सिंहासनेश्वरी चिदग्निकुण्डसम्भूता देवकार्यसमुद्यता उद्यद्भानुसहस्राभा चतुर्बाहुसमन्विता रागस्वरूपपाषाढ्या क्रोधाकाराङ्कुशोज्ज्वला मनोरूपेक्षुकोदण्ड पञ्चतन्मात्रसायका निजारुणप्रभापूरा मज्जद्ब्रह्माण्डमण्डला चम्बकाशोकपुन्नागा सौगन्धीकलसत्कजा पुरिविन्दमणिश्रेणी कनत्कोढीरमण्डिता अष्टमी चन्द्रविभ्राजा दलिगस्थलशोभिता मुखचन्द्रकलङ्गाभा मृगनाभिविशेषका वदनस्मरमाङ्गल्य गृहतोरणचिल्लिका वक्त्रलक्ष्मीपरीवाहा चलन्मीनाफलोचना नवचम्बकपुष्पाभ नासादण्डविराजिता ताराकान्तितिरस्कारी नासाभरणभासुरा कदम्बमञ्जरी क्लिप्तकर्णपूरमनोहरा ताडङ्गयुगलीभूत तपनोडुपमण्डला पद्मरागशिलादर्श परिभाविकवोलभू नवविद्रुमबिम्बश्री न्यक्कारीरदनच्छदा शुद्धविद्याङ्कुराकारा द्विजपङ्क्तिद्वयोज्ज्वला कर्पूरवीडिका मोद समाकर्षद्दिगन्धरा द्विजसल्लाभमाधुर्य विनिर्भर्सितकच्छवी मन्दस्मितप्रभापूरा मज्जत्कामेशमानसा अनाकलितसादृश्य चुबुगश्री विराजिता कामेशबद्धमाङ्गल्य सूत्रशोभितकन्धरा कनकाङ्गदकेयूरा कमनीया भुजान्विता रत्नग्रैवेयचिन्दाकलोलमुक्ताफलान्विता कामेश्वरप्रेमरत्नमणिप्रतिपणस्तनी नाभ्यालबालरो माळी लता फलभुजद्वयी दक्षिरोमलता धारा तासमुन्नेय मध्यमा तनभारदळन्मध्य पट्टबन्धवलित्रया अरुणारुणकौसुम्भ वस्त्रभास्वत्कटीतटी रत्नकिङ्गिणिका रम्या रशनादामभूषिता कामेश ज्ञातसौभाग्य मार्दवोरुद्वयान्विता माणिक्यमकुडाकारजानुद्वय विराजिता इन्द्रगोपपरिक्षिप्त स्मरतूणा भजङ्गिका गूढगुल्भाकूर्मपृष्ठा जिष्णुप्रभदान्विता नखदीदि संयन्न मज्जनतमो गुणा वदद्वयप्रभाजाला पराकृतसरोरुहा छिञ्झानमणिमञ्जीरा मण्डितश्रीपदाम्बुजा मरालीमन्दगमना महालावण्यसेवती सर्वारुणानवद्याङ्गी सर्वाभरणभूषिता शिवा कामेश्वराङ्गस्ता शिवा स्वाधीनवल्लभा सुमेरुमध्यशृङ्गस्ता श्रीमन्नगरनायिका चिन्तामणिगृहन्धस्था पञ्चब्रह्मासनस्थिता महापद्माडवी संस्था कदम्बवनवासिनी सुधासागरमध्यस्था कामाक्षी कामदायिनी देवर्षिगणसंखादा स्तूयमानात्मवैभवा भण्डासुरवधो द्युक्तशक्तिसेना समन्विता संबल्करी समारूढ़ा सिंधुरव्रजसेविता अश्वारूढ़ाधिष्ठिताश्वकोटिकोटिभिरावृता चक्रराजरथारूढ़ा सर्वायुधपरिष्कृता गयचक्ररथारूढ़ा मन्त्रिणी परिसेविता गिरिचक्ररथारूढ़ा दण्डनादा पुरस्कृता ज्वालामालिनिका क्षिप्ता भक्तिप्रकारमध्यगा भण्डसैन्यवधोद्युक्ता शक्तिविक्रमहर्षिता नित्यापराक्रमाडोपा निरीक्षणसमुत्सका भण्डापुत्रवधोद्युक्त बाला विक्रमनन्दिता मन्त्रिण्यम्बा विरजितं विशङ्गवतोषिता विशुक्रप्राणहरणा वाराही वीरनन्दिता कामेश्वरमुखालोका कल्पितश्रीगणेश्वरा महागणेश निर्भिन्न विघ्नयन्त्रप्रहर्षिता भण्डासुरेन्द्र निर्मुक्त शस्त्रप्रत्यस्त्रवर्षिणी कराङ्गुलिनखोल्पन्ना नारायण दशाकृतिः
पाशुपदास्त्राग्नि निर्दग्धासुर सैनिका कामेश्वरास्त्र निर्दग्धा सबंडासुर शून्यका ब्रह्मोपेन्द्र महेन्द्रादिदेव संस्तुत वैभवा हरिनेत्राग्नि संदग्ध काम संजीवन औषधि श्रीमद्वाग्भवकूडेक स्वरूप मुख पंकजा अंडातकरिवेद्यन्त मध्यगूढस्वरूपिणी शक्तिगूढैकतावन्य कट्यदो भागदारिणी मूलमन्त्रात्मिका मूलकूटत्रयकलेबर कुलामृदैकरसिका कुलसङ्गेतपालिनी कुलाङ्गना कुलान्दस्ता कौलिनी कुलयोगिनी अकुला समयान्दस्ता समयाचार तत्परा मूलाधारैकनिलया ब्रह्मग्रन्थिविभेदिनी मणिपूरान्तरुदिता विष्णुग्रन्थिविभेदिनी आज्ञाचक्रान्तराळस्ता रुद्रग्रन्थिविभेदिनी सहस्राराम्बुजारूढा सुधा साराभिवर्षिणी तडिल्लद समारुजि षट्चक्रोपरि संस्थिता महाशक्तिकुण्डलिनी विसतन्तुतनीयसी भवानी भावना गम्या भवारण्यकुठारिका भद्रप्रिया भद्रमूर्तिर्भक्त सौभाग्यदायिनी भक्तिप्रिया भक्तिगम्या भक्तिवैश्या भयापहा शाम्भवी शारदा राध्या शर्वाणी शर्मदायिनी शाङ्करी श्रीकरी साधी शरश्चन्द्र निभानना शातोदरी शान्तिमती निराधारा निरञ्जना निर्लेपा निर्मला नित्या निराकारा निराकुला निर्गुणा निष्कला शांता निष्कामा निरिवप्लवा नित्यमुक्ता निर्विकारा निष्प्रपंचा निराश्रया नित्यशुद्धा नित्यबुद्धा निरवध्या निरंतरा निष्कारणा निष्कलंगा निरुपाधिर्निरीश्वरा नीरागारागमदना नर्मदा मदनाशिनी निश्चिन्दा निरहंगारा निर्मोहा मोहनाशिनी निर्ममा ममदा हंद्री निष्पापा पापनाशिनी निष्क्रोधा क्रोध शमिनी निर्लोभा लोभनाशिनी निसंशया संशयग्नि निर्भवा भवनाशिनी निर्विकल्पा निराबाधा निर्भेदा भेदनाशिनी निर्नाशा मृत्युमथनी निष्क्रिया निष्परिग्रहा निस्तुला नीलचिगुरा निरपाया निरत्यया दुर्लभा दुर्गमा दुर्गा दुःखहन्त्री सुखप्रदा दुष्टदूरा दुराचारा शमनी दोषवर्जिता सर्वज्ञा सान्द्रकरुणा समानाधिकवर्जिता सर्वशक्तिमयी सर्वमंगला सद्गतिप्रदा सर्वेश्वरी सर्वमयी सर्वमंद्रस्वरूपिणी सर्वयन्द्रात्मिका सर्वतंत्ररूपा मनोत्मनी महेश्वरी महादेवी महालक्ष्मीर्मृढप्रिया महारूपा महापूजा महापादकनाशिनी महामाया महासत्त्वा महाशक्तिर्महारथिः महाभोगा महैश्वर्या महावीर्या महाबला महाबुद्धिर्महासिद्धिर्महायोगीश्वरेश्वरी महातंद्रा महामंद्रा महायंद्रा महासना महायागक्रमाराध्या महाभैरव पूजिता महेश्वर महाकल्प महातांडव साक्षिणी महाकामेश महिषी महात्रिपुर सुंदरी चतुष्टुपचाराढ्या चतुष्टि महाचतुष्टि कोटि योगिनी गण सेविता मणिविद्या चंद्रमंडल मध्यका चारुरूपा चारुहासा चारुचंद्रकलाधरा चराचर जगन्नाथा चक्रराजनिकेतना पार्वती पद्मनयना पद्मराग समप्रभा पंचप्रेतवसनासीना पंचब्रह्मस्वरूपिणी चिन्मयी परमानंदा विज्ञानघनरूपिणी ध्यानध्यातृध्येय रूपा धर्म विवर्जिता विश्वरूपा जागरणी स्वबंदी तेजसात्मिका सुप्ता प्राज्ञात्मिका तुर्या सर्वावस्था विवर्जिता सृष्टिकर्त्री ब्रह्मरूपा गोप्त्री गोविंदरूपिणी संहारिणी रुद्ररूपा तिरोदानगरीश्वरी सदाशिवानुग्रहदा पंचकृत्यपरायणा भानुमंडल मध्यस्था भैरवी भगमालिनी पद्मासना भगवती पद्मनाभ सहोदरी उन्मेष निमिषोल्पन्न विपन्न भुवनावलिः सहस्रशीर्षवदना सहस्राक्षी सहस्रपात् आब्रह्मकीलजननी वर्णाश्रम विधायिनी द्विजाज्ञारोपनिगमा पुण्या पुण्यफलप्रदा सुदिसी मंदसिंधूरी कृतपादाब्जदूलिका सकलागम संदोहा शुक्तिसंपुटमुक्तिका पुरुषार्थप्रदा पूर्णा भोगिनी भुवनेश्वरी अंबिकानादिनिधना हरिब्रह्मेन्द्र सेविता नारायणी नादरूपा नामरूप विवर्जिता हिंगारी हेमदी हे विद्या हेयोपादेय वर्जिता राजराजार्चिता राज्ञी रम्या राजीवलोचना रंजनी रमणीरस्य रणकिंगिनी मेखला रमा राकेन्दुवदना रतिरूपा रतिप्रिया रक्षाकरी राक्षसग्नी रामा रमणलम्बडा काम्य कामकलारूपा कदम्बकुसुमप्रिया कल्याणी जगदी गंधा करुणारससागरा कलावती कलालाभा कांता कादम्बरी प्रिया वरदा वामनयना वारुणी मदविह्वला विश्वादिका वेद वेद्या विंध्याचल निवासिनी विधात्री वेदजननी विष्णुमाया विलासिनी क्षेत्र स्वरूपा क्षेत्रेशी क्षेत्र क्षेत्रज्ञपालिनी क्षेवृद्धि विनिर्मुक्ता क्षेत्रपाल समर्थिता विजया विमला वंद्या वंदा रुजनवत्सला वाग्वादिनी वामकेशी वह्निमंडलवासिनी भक्तिमत्कल्पलदिका पशुपाश विमोचिनी संहृदा शेषपाषण्ड सदाचार प्रवर्तिका तापत्रयाग्निसंदप्ता समाह्लादन चंद्रिका तरुणीतापसाराध्या तनु मध्यातमोपहा चितिस्तल्पदलक्ष्यार्था चिदेगरस्वरूपिणी
स्वात्मानन्दलवी भूता ब्रह्माध्यानन्द सन्दति परा प्रत्यक्षिती रूपा पश्यन्ती परदेवता मध्यमा वैखरी रूपा भक्तमानसहंसिका कामेश्वर प्राणनाठी कृतज्ञा कामपूजिता संगाररससम्पूर्णा जया जालन्धर स्थिता ओढ्यानपीडनिलया बिन्दुमण्डलवासिनी सहायोगक्रमाराध्या रहस्तर्पिणदर्पिता सद्यप्रसादिनी विश्वसाक्षिणी साक्ष्यवर्जिता षडङ्गदेवता युक्ता षड्गुण्य परिपूरिता नित्यक्लिन्ना निर्भमा निर्वाण सुखदायिनी नित्या षोडाशिका रूपा श्रीगन्धार्थशरीरिणी प्रभावती प्रभारूपा प्रसिद्धा परमेश्वरी मूलप्रकृतिरव्यक्ता व्यक्ता व्यक्तस्वरूपिणी व्यापिनी विविधाकारा विद्या विद्यास्वरूपिणी महाकामेश नैना कुमुदाह्लाद कौमुदी भक्तहार्दतमो वेदा भानुसन्तति शिवदूती शिवाराध्य शिवमूर्ति शिवङ्करी शिवप्रिया शिवपरा शिष्टेष्टा शिष्टपूजिता अप्रमेया सुप्रकाशा मनोवाचा मगोचरा चिशक्तिषेदना रूपा जड शक्तिर्जडात्मिका गायत्री व्याहृदि सन्ध्या द्विजवृन्दनिषेविता तत्वासना तत्त्वमयी पंचकोशांतर स्थिता निस्सीम महिमा नित्या यौवना मदशालिनी मदखोनिधरक्ताक्षी मदपाटलगन्धभू चन्दनद्रवदिग्धांगी चान्देय कुसुम प्रिया कुशला कोमलाकारा कुरिकुल्ला कुलेश्वरी कुलकुण्ठालया कौलमार्गतत्परसेविता कुमारगणनाथाम्बा तुष्टिपुष्टिर्मदृदिः शान्ति स्वस्ति मदीकान्तिर्नन्दिनी विघ्ननाशिनी तेजोवदी त्रिनयना लोलाक्षी कामरूपिणी मालिनी हंसिनी माता मलयाचलवासिनी सुमुखी नलिनी शुभ्रू शोभना सुरनायिका कालगंधी कांतिमती क्षोभिणी सूक्ष्मरूपिणी वज्रेश्वरी वामदेवी वयोवस्था विवर्जिता सिद्धेश्वरी सिद्धविद्या सिद्धमाता यशस्विनी विशुद्धि चक्र निलया रक्तवर्णा त्रिलोचना खड्वांगादि प्रहरणा वदनैक समन्विता पायसान प्रिया त्वक्ता पशुलोक भयंकरी अमृतादि महाशक्ति संवृदा डागिनीश्वरी अनाहदाब्ज निलया श्यामा भावदन द्वया नम्रोज्जला क्षमालादिधरा रुधिर संस्थिता कालिरात्यादिशक्त्यौगकृता वृदासिद्धौधन प्रिया महावीरेन्द्र वरदा राकिन्यम्बा स्वरूपिणी मणिपूरार्जुनलया वदनत्रय संयुधा वज्रादिकायुधो वेदा डामेर्यादिभिरावृता रक्तवर्णा मांसनिष्ठा गूढान प्रीतमानसा समस्त भक्त सुखदा लाकिन्यम्बा स्वरूपिणी स्वादिष्टानाम्बुजगदा चतुर्वक्त्र मनोहरा शूलाध्यायुध सम्पन्ना पीतवर्णादिगर्भिता मेधोनिष्ठा मधुप्रीता बन्दिन्यादि समन्विता तद्विन्यास्तसदया कागिनी रूपधारिणी मूलाधाराम्बुजारूढा पंचवक्त्रास्त्र संस्थिता अंगुशादि प्रहरणा वरदादि निषेविता मुग्धौदनासक्तयुक्ता साकिन्यम्बा स्वरूपिणी आज्ञाचक्रानिलया शुक्लवर्ण षडानना मज्जा संस्था हंसपदी मुख्य शक्ति समन्विता हरिद्रानैकरसिका हाकिनी रूपधारिणी सहस्रदल पद्मस्था सर्ववर्णोपशोभिता सर्वायुधधरा शुक्ल संस्थिता सर्वतोमुखी सर्वौधन प्रेत चित्या यागिन्यम्बा स्वरूपिणी स्वाहा सुधा मधुर्मेधा श्रुति स्मृतिनुत्तमा पुण्यकीर्ति पुण्यलभा पुण्यलभ्या पुण्यश्रवण कीर्तना उलोमजार्चिता बंधमोजिनी रूपिणी विद्या वेदादिजगल प्रसू सर्वव्याधि प्रशमनी सर्वमृत्यु निवारिणी अग्रगण्या सिंधिरूपा कलिकल्मषनाशिनी कात्यायिनी कालहंत्री कमलाक्ष निषेविता तांबूल पूरितमुखी दाडिमी कुसुम प्रभा मृगाक्षी मोहिनी मुख्या मृडानी मित्ररूपिणी नित्य तृप्तान् भक्त नियंत्री निखिलेश्वरी मैत्रादिवासना लभ्या महाप्रलय साक्षिणी पराशक्ति परानिष्ठा प्रज्ञानघन रूपिणी माध्वीपाणरसा मत्ता मातृका वर्ण रूपिणी महाकैलास निलया मृणानवदोर्लता महनीया दया मूर्तिर महासाम्राज्यशालिनी आत्मविद्या महाविद्या श्री विद्या काम सेविता श्री षोडाक्षरी विद्या त्रिकुड़ा काम कोडिका कटाक्ष किंगरी भूता कमला कोटि सेविता शिरस्थिता चंद्रनिभा भालस्तेन्द्रधनुप्रभा हृदयस्तार विप्रख्या त्रिकोणांतर दीपिका दाक्षायणी दैत्यहिंदी दक्षयज्ञ विनाशिनी धरांदोलित दीर्घाक्षी दरहा सुज्वलन्मुखी गुरुमूर्तिर्गुण निर्गो माता गुह जन्मभू देवेशी दंडनीतिस्ता दहराकाश रूपिणी प्रतिपन्मुख्य कारांत तिथिमंडल पूजिता कलात्मिका कलानाद्या काव्यालाभ विनोदिनी सजा मररमावाणी सभ्य दक्षिण सेविता आदिशक्तिरमेयात्मा परमा पावना हृदिः अनेक कोटि ब्रह्मांड जननी दिव्य विग्रह लिंगारी केवला गुह्या कैवल्य पददायिनी त्रिपुरा जगद्वन्द्या त्रिमूर्तिस्त्रदशेश्वरी यक्षरी दिव्य गंधांड्या सिंदूरतिलकांजिता उमा शैलेन्द्रतनया गौरी गंधर्व सेविता विश्वगर्भा स्वर्णगर्भा वरदा वागदीश्वरी ज्ञानगम्या परिच्छेद्या ज्ञानदा ज्ञान विग्रह सर्व वेदांत संवेद्या सर्व सत्यानंद स्वरूपिणी लोभमुद्राचिता लीला कृत ब्रह्मांड मंडला
अदृश्यादृश्यरहिता विज्ञात्री वेद्यवर्जिता योगिनी योगदा योग्या योगानंद युगंधरा इच्छाशक्ति ज्ञानशक्ति क्रियाशक्ति स्वरूपिणी सर्वाधारा सुप्रतिष्ठा सहस्रतोपधारिणी अष्टमूर्तिरजाजैत्री लोकयात्रा विधायिनी एकाकिनी भूमरूपा निर्द्वैता द्वैतवर्जिता अन्नदा वसुधा वृद्धा ब्रह्मात्मैक्य स्वरूपिणी बृहदी ब्राह्मणी ब्राह्मी ब्रह्मानंद बलिप्रिया भाषारूपा बृहत्सेना भावा भाव विवर्जिता सुखाराध्या शुभकरी शोभना सुलभागरी राजराजेश्वरी राज्यदायिनी राज्यवल्लभा राजकृपा राजपीठ निवेशित निजाश्रिता राज्यलक्ष्मी के कौशनादा चतुरंग बलेश्वरी साम्राज्यदायिनी सत्यसंधा सागर मेखला दीक्षिता दैत्य शमिनी सर्वलोक वशंकरी सर्वार्थदात्री सावित्री सच्चिदानंद रूपिणी देशकाल परिच्छिन्न सर्वांगा सर्वमोहिनी सरस्वती शास्त्रमयी गुहांबा गुह्य रूपिणी सर्वोपाधि विनिर्मुक्ता सदा शिवपतिव्रता संप्रदायेश्वरी साध्वी गुरुमंडल रूपिणी कुलोत्तीर्णा भगाराध्या माया मधुमतीमही गणांबा गुह्यकाराध्या कोमलांगी गुरुप्रिया स्वतंत्रा सर्वतंत्रेशी दक्षिणामूर्ति रूपिणी सनकादि समाराध्या शिव ज्ञान प्रदायिनी चित्कलानंद कलिका प्रेम रूपा प्रियंगरी नाम पारायण प्रीतानंदी विद्या नडेश्वरी मिथ्या जगदधिष्ठाना मुक्तिदा मुक्ति रूपिणी राशि प्रियालयकरी लज्जाराम भादि वंदिता भवदा वसुधा वृष्टि पावारण्यदवानला दौर्भाग्यतोलवादूला जरद्वंदर विप्रभा भाग्याब्धि चंद्रिका भक्त चित्त केकी खना खना रोग पर्वतदम भोले मृत्युदादि कुठारिका महेश्वरी महाकाली महाग्रासा महाशना अपर्णा चंडिका चंड मुंडासुर निषूदिनी क्षराक्षरात्मिका सर्वलोकेशी विश्वधारिणी त्रिवर्गदात्री सुभगा त्र्यंबका त्रिगुणात्मका स्वर्गाववर्गदा शुद्धा जपा पुष्प निभाकृतिः ओजोवदी विद्युरा यज्ञरूपा प्रियव्रता दुराराध्या दुरादर्शा पाडली कुसुम प्रिया महदी मेरु निलया मंदारु कुसुम प्रिया वीराराध्या विराट रूपा वीरजा विश्वदोमुखी प्रत्यग् रूपा परागाशा प्राणदा प्राणरूपिणी मार्तांड भैरवाराध्य मंदिन्यस्य राजदु त्रिपुरेशी जयसेना निस्त्रैगुण्यवरा परा सत्य ज्ञानानंद रूपा सामारस्य परायणा कबर्दिनी कलामाला काम दुःखामरूपिणी कलानिधि काव्य कला रसज्ञारस सेवदी पुष्टा पुराधना पूज्या पुष्करा पुष्करेक्षणा परम ज्योति परम धाम परमाणु परात्परा पाशहस्ता पाशहंद्री परमंद्र विभेदिनी मूर्ता मूर्ता नित्य तृप्ता मुनिमानस हंसिका सत्यव्रता सत्यरूपा सर्वंदर्यामिनी सदी ब्रह्मणि ब्रह्मजनिनी बहुरूपा बुधार्चिता प्रसवित्री प्रचंडाज्ञा प्रतिष्ठा प्रकटाकृतिः प्राणेश्वरी प्राणधात्री पंचाशल्पीढरूपिणी विशृंखला विविक्तस्था वीरमाता वियल्प्रसु मुकुंदा मुक्तिनिलया मूल विग्रहरूपिणी भावज्ञा भवरोगग्नि भवचक्र प्रवर्तिनी छंदसारा शास्त्रसारा मंत्रसारा तलोधरी उदार कीर्तिरुद्धामा वैभवा वर्णरूपिणी जन्मवृत्तिजरा तप्त जन विश्रांतिदायिनी सर्वोपनिषदुल्कुष्टा शांत्यतीत कलात्मिका गंभीरा गगनांदस्ता गर्विदा गानलोलुपा कल्पनारहिता काष्ठा कांदा कांदर्ध विग्रहा कार्यकारण निर्मुक्ता कामकेलितरंगिता कनल कनकदाडंगा लीला विग्रहधारिणी अजाक्षे विनिर्मुक्ता मुग्धा क्षिप्र प्रसादिनी अंतर्मुख समाराध्य बहिर्मुख सुदुर्लभा त्रयी त्रिवर्ग निलया त्रिस्ता त्रिपुरमालिनी निरामया निरालंबा स्वात्मा रामा सुधा श्रुतिः संसार भंग निर्मग्न समुद्धरण पंडिता यज्ञप्रिया यज्ञकर्त्री यजमान स्वरूपिणी धर्मधारा धनाध्यक्षा धनधान्य विवर्धिनी विप्रप्रिया विप्ररूपा विश्वभ्रमणकारिणी विश्वग्रासा विद्रुमाभा वैष्णवी विष्णुरूपिणी अयो निर्योनि निलया कूटस्था कुलरूपिणी वीरगोष्ठी प्रिया वीरा नैष्क्रम्य नादरूपिणी विज्ञानकलना कल्या विदग्धा बैन्दवासना तत्वादिका तत्वमयी तत्वमर्थस्वरूपिणी सामगान प्रिया सौम्या सदाशिव कुटुंबिनी सव्यापसव्य मार्गस्थ सर्वबद्धिनिवारिणी स्वस्था स्वभाव मधुरा धीरा धीर समर्चिता चैतन्यार्क समाराध्य चैतन्य कुसुम प्रिया सदोदिता सदा दुष्टा तरुणादित्य पाढला दक्षिणा दक्षिणाराध्य दरस्मेर मुखाम्बुजा कौलिनी केवलानर्घ्य कैवल्य पददायिनी स्तोत्र प्रिया स्तुतिमती स्तुति संस्तुत वैभवा मनस्विनी मानवदी महेशी मंगलाकृति विश्वमाता जगद्धात्री विशालाक्षी विरागिनी प्रगल्भा परमोदारा परमोदा मनोमयी व्योमकेशी विमानस्था वज्रणी वामकेश्वरी पंचयज्ञ प्रिया पंचवेद पंचादिशायिनी पंचमी पंचभूतेशी पंचसंख्योपचारिणी शाश्वती शाश्वतैश्वर्या शर्मदा शंभुमोहिनी धराधर सुधाधिन्य धर्मिणी धर्मवर्धिनी लोकादीदा गुणादीदा सर्वादीदा शमात्मिका बंधुक कुसुम प्रख्या बाला लीला विनोदिनी सुमंगली सुखरी सुवेशाढ्य सुवासिनी
सुवसिन्यार्चित प्रीता शोभना शुद्धमानसा बिन्दुतर्पण सन्तुष्टा पूर्वजा त्रिपुराम्बिका दशमुद्दसमाराध्या त्रिपुरा श्रीवशङ्करी ज्ञानमुद्रा ज्ञानगम्या ज्ञानज्ञेयस्वरूपिणी योनिमुद्रा त्रिकण्डेशी त्रिगुणाम्बा त्रिकोणका अनघाद्भुत चारिद्र्या वाञ्छितार्थप्रदायिनी अभ्यासाज्ञाता षडध्वादीतरूपिणी अव्याजकरणामूर्ति अज्ञानद्वान्ददीपिका आबालगो विदिता सर्वानुलङ्घ्य शासना श्रीचक्रराजनिलया श्रीमत्त्रिपुरसुन्दरी श्रीशिवा शिवशक्तिरूपिणी ललिताम्बिका एवं श्रीललिता देव्या नाम्ना सहस्रकं जगो श्रीललिता सहस्रनाम स्तोत्रं सम्पूर्णं श्रीमहादेव्ये नमः। वशिन्यादि वाग्देवता ऋषयः अनुष्टुप् छन्दः श्रीललिता परमेश्वरी देवता।